ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ സ്പോർട്സ് ക്ലബ്ബ് വെസ്റ്റേൺ സ്പ്രിങ്സ് അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ ക്ലബ്ബ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോൾ ആ സ്പോർട്സിൻ്റെ ഇത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ കണ്ടാണ് കേട്ടോ അതേ ട്രാമിൻ്റെ ഇതാണ് കേട്ടോ. ട്രാം സ്റ്റാർട്ട് ചെയ്യണമാണെന്ന് തോന്നുന്നു. ദേ ഇവിടെ ദേ ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ ഒരു കോച്ചിങ് നടക്കുന്ന സ്ഥലമുണ്ട് അല്ലേ. ഇത് എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ, ഫുട്ബോൾ കോച്ചിങ് കുട്ടികൾക്കൊക്കെ ആയിട്ട്. നല്ലൊരു രസമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഇത് കണ്ടിട്ടല്ലേ. ഒരുപാട് ഏജ് ഗ്രൂപ്പൊക്കെ ഡിഫറെൻ്റ് ചെറിയ പിള്ളേർ വന്ന് ചെറിയ പിള്ളേരുണ്ട്, വലിയ പിള്ളേരുണ്ട് അല്ലേ. ശരിക്കും നല്ല രസമാണ് കാണിച്ചാൽ അടിപൊളി. കണ്ടോ, ചെറിയ പിള്ളേരോട്ട് വലിയ പിള്ളേർ വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ടർഫ് വരെ അല്ലേ, ടർഫ് തന്നെ ഇത് തന്നെ ടർഫ് തന്നെയാണ്. ഇതൊരു വലിയ ടർഫാണ് കേട്ടോ. കണ്ടോ, കുറേ പിള്ളേർ കളിക്കുന്നുണ്ടോ, അടിപൊളിയായിട്ട്. ഗേൾസ് ഉണ്ട്, കണ്ടില്ലേ. നല്ല അടിപൊളി ഗ്രൗണ്ടാണ് എന്തായാലും. അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് എൻക്വയറി ചെയ്യാൻ വന്നതാണ്. ഇപ്പോൾ കേശുവിന് മൂത്ത ആൾക്ക് വേണ്ടി ഞാനൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അവർ പറഞ്ഞതെന്നു വെച്ചാൽ സൈറ്റിൽ കയറി നമ്മളത് നമ്മൾക്ക് ഏജ് ഗ്രൂപ്പ് അതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ സൈറ്റിൽ കയറി നമ്മളത് ഒരു റിക്വസ്റ്റ് അയക്കുക. അപ്പോൾ അവരത് വിളിക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ. കേട്ടോ, നല്ല രസമായിട്ടാണ് പിള്ളേർ. ഫുട്ബോളല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ റഗ്ബിയാണ് അല്ലേ. റഗ്ബിയാണ് അവിടെ. മറ്റേ ആ ഫുട്ബോളില്ലേ, ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഫുട്ബോൾ അത് തന്നെ സംഭവമാണ് കൈകൊണ്ട് കളിക്കുന്നത്. അപ്പം അല്ലാണ്ടുള്ളത് ഈ ഗ്രൗണ്ട് കണ്ടോ. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറെ ഗ്രൗണ്ട്, ഇതേ അടിപൊളി അല്ലേ. വേറെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇതും ശരിക്കും പറഞ്ഞാൽ ടർഫ് മാതിരിയാണല്ലോ. സാധാരണ നാച്ചുറൽ ഗ്രാസ് ആണത്. നാച്ചുറൽ ഗ്രാസ് വിരിച്ച സംഭവമാണിത് കേട്ടോ. നല്ലൊരു ഗ്രൗണ്ടാണ് ഇത്. 11 ഒരു വലിയ ഗ്രൗണ്ടാണ് ഈ കിടക്കുന്നത്. ഇത് ശരിക്കും ഇത് നാച്ചുറൽ അല്ല ഗ്രാസ്, ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഇത് നമ്മുടെ ടർഫ്. പക്ഷെ അടിപൊളി സാധനമാണ് കേട്ടോ ഇട്ടാണ് അവർ അല്ലേ. നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇട്ടാണ് കണ്ടോ. ഒരുപാട് കുട്ടികൾ നിരന്ന് നിൽക്കണണ്ട എന്തോരും അല്ലേ. നല്ല അടിപൊളിയായിട്ട് എല്ലാ പിള്ളേർക്കും കോച്ചിങ് ഉണ്ട്. സെപ്പറേറ്റ് ആണ് കോച്ചിങ്. ആ ഗേൾസിന് മാത്രം സെപ്പറേറ്റ് ചെയ്തേക്കണണ്ട. കൊച്ചു കുട്ടികൾ, കുറേ കുട്ടികൾ നിരന്ന് നിൽക്കണുണ്ടത്. നല്ല ഭംഗിയുള്ള ഏരിയ അല്ലേ, അടിപൊളിയാണ്. ആൾക്കാരിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികളെ കൊണ്ടൊക്കെയാണ് കേട്ടോ വന്ന് നിൽക്കണം. ഡോഗ് കൊണ്ട് പോകണ്ട ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഡോഗ് റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഓരോ സെക്ഷനും ഓരോ കോച്ചുകളുണ്ടെന്നോ അല്ലേ. കുറേ പേരുണ്ട് കേട്ടോ അവിടെ കോച്ചിങ്ങിന് വേണ്ടി. കുറച്ച് നേരം അപ്പം എന്തായാലും കളിയുണ്ട്. കൊള്ളാമല്ലേ, പിള്ളേർ നല്ലോണം പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ വലിയ പിള്ളേരാണ് കേട്ടോ. ഇതാ ഇപ്പോൾ കേശുവിൻ്റെ ഒക്കെ പ്രായമുള്ള കുട്ടികളാണ് കേട്ടോ ഇവിടെ കളിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ് അല്ലേ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല പിള്ളേർക്കൊക്കെ അല്ലേ നല്ല കോച്ചിങ്ങും കാര്യങ്ങളും കിട്ടും കേട്ടോ.
അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ആദ്യം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ റഗ്ബിയുടെ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് നടക്കുമായിരുന്നു, കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും അല്ല ഓരോ പ്ലേസിലും ഇവർ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇത് കൊടുക്കുന്നുണ്ടല്ലേ കുട്ടികൾക്ക്. ഫുട്ബോളിനൊക്കെ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എല്ലാ സ്പോർട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. ചെറുപ്പത്തിലൊക്കെ കോച്ചിങ് അത് തന്നെ ഇല്ലല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ കുറേ ടർഫുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ടർഫുകൾ വന്നാലും അത് പ്രൈവറ്റ് ഇതാക്കിയിട്ടും കുറച്ച് കോച്ചിങ് എല്ലായിടത്തും. ഞാൻ കേശുവിന് വേണ്ടി ഞാൻ എറണാകുളത്തിന് അന്വേഷിച്ചു. പക്ഷേ എറണാകുളം വരെ പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തടുത്ത സ്ഥലങ്ങളിലില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ എനിക്ക് നാട്ടിലുണ്ടായിട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ കുറേ പ്രാവശ്യം അന്വേഷിച്ചാണ്. പുള്ളിക്ക് ഭയങ്കര ക്രേസാണ് ഫുട്ബോളിനോട്. അപ്പോൾ എനിക്ക് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂഷനാണ്. അതാണ് ഫിസിക്കലി ഒന്ന് ട്രെയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് കുറവാണ്. എല്ലാവരും പഠിത്തം സ്പോർട്സിന് കുറച്ചും കൂടി ഇത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇവർ ഫിസിക്കലി ശരിക്കും ഇവരെ ഒന്ന് ഫിറ്റാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പഠിത്ത കാര്യത്തിൽ കൂടുതൽ നമ്മുടെ ഇന്ത്യ തന്നെ ആയിരിക്കാം. ഇന്ത്യൻസ് ആണ് ഇവിടെ വന്ന പിന്നെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അതെ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് പഠിത്തത്തിന് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ കേശു ഇപ്പം എത്ര നാളെ സ്കൂളിൽ പോയിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പഠിക്കാനില്ല, കളികളായിരുന്നു മുഴുവനും. അപ്പോൾ അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവന് ഇപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ അവന് ഇവിടുത്തെ പഠിത്തമൊന്നും അത്ര ഇഷ്ടപ്പെടണമില്ല. എന്നാൽ നാട്ടിൽ പോയി പഠിക്കാനും പറ്റില്ല, ആ അവസ്ഥയായി ഇപ്പം. ടീച്ചിങ് അങ്ങനെ കണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും പെട്ടെന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതെ, ഇവിടെ അതേ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളിതേ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഉണ്ടോ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ അല്ലേ സംഭവങ്ങളുണ്ട്. ഹെലികോപ്റ്റർ അതാണ്ട് ഇതേ ഒരു ഇതുണ്ടോ ഫ്ലൈറ്റിൻ്റെ ഇത് വെച്ചാണോ. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ സ്പോർട്സ് ക്ലബ്ബ് വെസ്റ്റേൺ സ്പ്രിങ്സ് അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ ക്ലബ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് ഏകദേശം ഞാൻ കാണിച്ചു തന്ന ഗ്രൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും കേട്ടോ മിക്കവാറും. ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറിയോ കേട്ടോ. ഇതിൻ്റെ മുകളിൽ നല്ല രസമായിട്ട് ഇവിടെയും കുറേ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വാവ്, നല്ല രസമുള്ള വ്യൂ അല്ലേ. ഇതുണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ കണ്ടോ. ഇതാണ് സ്പോർട്സ് ക്ലബിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളും ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോൾ ആ സ്പോർട്സിൻ്റെ ഇത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ കണ്ടാണ് കേട്ടോ അതേ ട്രാമിൻ്റെ ഇതാണ് കേട്ടോ. ട്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാക്ക്. ഇതാണ് ഞാൻ നേരത്തെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് ട്രാമിൻ്റെ. ഇതാണ്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ ഷൂട്ട് ചെയ്ത ഒരു പാർക്കുണ്ട്, വെസ്റ്റേൺ സ്പ്രിംഗ് പാർക്ക്. അപ്പോൾ വെസ്റ്റേൺ സ്പ്രിംഗ് പാർക്കിൻ്റെ തന്നെ സ്പോർട്സ് അക്കാദമി അല്ലേ അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഈ ട്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല താഴെ നിന്ന് കണ്ട ഫ്ലൈറ്റാണ് കേട്ടോ. നല്ല രസമായിട്ട് കണ്ടോ. ഇവിടെ ഞങ്ങൾ കയറി കണ്ടോ പാർക്കിങ്ങും ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇട്ടോടത്ത് പാർക്കിംഗ് ഫീ ഇല്ല. അവിടെ കണ്ടില്ല അല്ലേ സംഭവം. ശരിയാണ് ഫ്രണ്ട്സ്, ഞാനിത് ഇതിൻ്റെ മുകളിലാണ് നിൽക്കണേ. ഇതുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഏരിയയിലാണ് കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങളിവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളത് അപ്ലൈ ചെയ്യണം കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ആൾക്കാർ വിളിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോയിൻറ്റ് ഷെവലർ അടുത്ത ആരെങ്കിലും മലയാളീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ് സെൻ്ററാണ് ഇത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും ഇത് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. നാട്ടിലുള്ള ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്രദം ഒന്നും ആവില്ല, എന്നാലും ഇവിടുത്തെ ഒരു എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ, സി യു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്സ്.